നമസ്കാരം. ചോദ്യോത്തരം ആരംഭിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന്. നമസ്കാരം. ഒരു പ്രചരണ ദിവസത്തിന്റെ അവസാനത്തിൽ ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്തും രമേശ് ചെന്നിത്തല വളരെ വളരെ തിരക്കിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ നല്ല സ്ട്രെസ്സുള്ള ഇലക്ഷൻ ആണെന്നാണോ? അതുകൊണ്ടല്ല, എനിക്ക് മഹാരാഷ്ട്ര കൂടെ ചാർജ് ഉള്ളതുകൊണ്ടും കേരളത്തിലെ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും രണ്ടും കൂടി കൊണ്ടുപോകാൻ കുറച്ചൊരു പ്രയാസമുള്ളതാണല്ലോ. അതുകൊണ്ട് ആണ് ഉള്ളത് സ്ട്രെസ് ഉണ്ട്. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ കേരളത്തിലെ UDFന്റെ സാധ്യതകൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ അങ്ങ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 19 സീറ്റ് UDFന് ജയിക്കാൻ തക്കതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ കടുപ്പമല്ലേ മത്സരം? ഒരു കടുപ്പമില്ല. UDFന് അനുകൂലമായ തരംഗമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം വളരെ ശക്തമാണ്. അതുകൊണ്ട് 20-ൽ 20 സീറ്റ് നേടാൻ കഴിയുന്ന അവസ്ഥയുന്നുണ്ട്. കഴിഞ്ഞ തവണ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അധികാരത്തിലെത്തിയത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നത്, ശബരിമല വിഷയത്തിൽ സർക്കാരിനോടുണ്ടായ വിപ്രതിപത്തി, ന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിൽ കൺസോളിഡേറ്റഡ് ആയി വോട്ട് ചെയ്തത്, ഇങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇത്തവണ ഓരോരോ മണ്ഡലത്തിലെയും സാധ്യതകളും അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യവും അനുസരിച്ചല്ലേ ഇത്തവണത്തെ ഇലക്ഷൻ? മണ്ഡലങ്ങളിലല്ലേ ഇത്തവണ മത്സരം? അതെപ്പോഴും മണ്ഡലാടിസ്ഥാനത്തിലാണല്ലോ ഇലക്ഷൻ. പക്ഷെ ജനറലായി നോക്കുമ്പോൾ വളരെ അനുകൂലമായ സ്ഥിതിയാണ് UDFന്. കാരണം ഒന്ന്, നരേന്ദ്രമോദിയുടെ നടപടികളോട് കേരളം അംഗീകരിക്കുന്നില്ല. കേരളം ഒരു മതനിരപേക്ഷ മനസ്സുള്ള സംസ്ഥാനമാണ്. ജനങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ മൈനോറിറ്റി എന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായത്. ഇത്തവണത്തെ സംസ്ഥാന ഗവൺമെന്റിനെതിരായ അതിശക്തമായ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള വികാരം നിൽക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ സിറ്റുവേഷനാണ്. പിന്നെ സ്ഥാനാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ അത് പൊതുവെ UDFന്റെ സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് എന്ന വിശ്വാസവും ജനങ്ങൾക്കുണ്ട്. ഇത്തവണ 400 സീറ്റാണ് NDA ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മോദിക്ക് ഒരു 3ാം ടൈം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള സംസാരം. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കേരളത്തിലും BJPക്ക് അനുകൂലമായ വിധത്തിൽ പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തവരും ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനേ പോകുന്നില്ല. കേന്ദ്രത്തിൽ ആരാ പറഞ്ഞത് 400 സീറ്റ് വരുമെന്ന്? BJPയുടെ ക്ലെയിമാണ്. അത് BJPയുടെ ക്ലെയിമാണ്. അബ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞ ആളുകളെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടാലി പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഓരോ ഫേസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മോഡി തരംഗവുമില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ജനപ്രീതി പോലും ഇത്തവണ മോഡിക്കില്ല. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരം UDF വേഴ്സസ് LDF ആണോ? തീർച്ചയായിട്ടും. ഒരിടത്തും BJP ഒരു പ്രധാനപ്പെട്ട കണ്ടന്റർ ആയിട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല ഒരിടത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, തൃശ്ശൂർ ഒക്കെ BJP ഇത്തവണ ജയിക്കാനായി മത്സരിക്കുന്നു എന്നുള്ള നിലയിലാണ് കാര്യം. അല്ല, എല്ലാ തവണയും തിരുവനന്തപുരത്ത് അവർ ജയിക്കാനായിട്ടാണ് നിൽക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ 2 തവണയായിട്ട് ജയിക്കാനാണ്. പക്ഷെ ജയം മുഴുവൻ UDFനാണ്. ഇത്തവണ ആ കോൺഫിഡൻസിന് ഇളക്കം തട്ടുന്നതായി 100% തിരുവനന്തപുരം UDF ജയിക്കും, തൃശ്ശൂരിലും ഞങ്ങൾ ജയിക്കും. രാഹുൽ ഗാന്ധി വളരെ സജീവമായി കേരളത്തിൽ പ്രചരണം നടത്തുകയാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിക്കെതിരെയാണ് എന്ന് വരുന്നത്. ഇപ്പൊ കേരളത്തിലെ നേതാക്കൾ LDFനെ വിമർശിക്കുക എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് 28 പാർട്ടികളുടെ ലീഡറായി നിൽക്കേണ്ട രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയെ വിമർശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് വെടിവെക്കുന്നത് പോലെയല്ലേ? കാലിന് ആരാ ആദ്യം വെടിവെച്ച്? CPMന് കേരളം അതല്ല കാര്യമല്ലോ. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനാണ്. കഴിഞ്ഞ 1 മാസമായി തുടങ്ങിയിട്ട് ഞങ്ങളാരും വലിയ രാഹുൽ ഗാന്ധിയോ കേന്ദ്ര നേതാക്കളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള നേതാക്കൾ മറുപടി കൊടുത്താൽ അത് ശരിയല്ലോ. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശനത്തിന് അതീതനൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും വിമർശിക്കപ്പെടാറുണ്ട്. പക്ഷെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഒരു മനുഷ്യൻ തന്നെയല്ലേ, അദ്ദേഹം അതിന് മറുപടി കൊടുത്തിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി ഒരു പാൻ ഇന്ത്യൻ ലീഡർ അല്ലേ? അദ്ദേഹം ഒരു കേരള നേതാവായി ചുരുങ്ങേണ്ട കാര്യമുണ്ട് ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. കേരള നേതാവായിട്ട് ചുരുങ്ങല്ല. പക്ഷേ കേരളത്തിൽ UDFന് വൻപിച്ച മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും 1-2 വാചകങ്ങളെങ്കിലും അദ്ദേഹം പറയട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ട്വീറ്റ് ചെയ്ത കോൺഗ്രസിന്റെ ഒരു പത്രപരസ്യമുണ്ട്. അതിൽ ഇന്ത്യ മുന്നണിയുടെ 10 മുഖ്യമന്ത്രിമാരിൽ ഒരാളായി കാണിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ.
പിണറായി വിജയൻ കേരളത്തിൽ UDF-ന്റെ എതിരാളിയാണ്. പക്ഷേ പിണറായി വിജയനാണോ BJP ആണോ രാഹുൽ ഗാന്ധിയുടെ എതിരാളി എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഡൽഹിയിൽ അല്ല, ഞങ്ങളുടെ എതിരാളി BJP തന്നെയാണ്, സംശയമില്ല. പക്ഷെ കേരളത്തിൽ ചരിത്രപരമായും പരമ്പരാഗതമായും ഇവിടുത്തെ പോരാട്ടം LDF-ഉമായിട്ടാണ്. ആ പോരാട്ടം തുടരുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ നല്ലത് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുന്നത് കേരളത്തിലെ പിണറായി രാഹുൽ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വന്തം ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ദേശീയതലത്തിൽ ഒരു ബദലാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അത് നരേന്ദ്രമോദി അത് പറയുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം കേരളത്തിൽ എന്നും പറയാറുള്ളതാണ്. കാരണം കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാകരുത്. ബുദ്ധിപൂർവ്വം പറയുന്നത്. ആ കെണിയിലൊന്നും ഞങ്ങൾ വീഴില്ല. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമായ രണ്ട് മുന്നണികളാണിത്. മാറി മാറി ഭരിക്കും എന്നുള്ളത് മാത്രമാണ്. അത് BJP ഒരിക്കലും അവരുടെ ചോയ്സ് അല്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു റിവൈവലിന് സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യയിൽ BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുള്ള, ജനങ്ങളുള്ള, പ്രവർത്തകരുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കുറച്ച് ആളുകൾ അധികാരമോഹം കൊണ്ട് വിട്ടുപോയി എന്ന് വെച്ചാൽ പാർട്ടി ഇല്ലാതാവില്ല. നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. BJP ഫീൽഡ് ചെയ്തിരിക്കുന്നതിൽ 4-1 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നു ചേർന്നവരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ, ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ NSUയുടെ ഭാഗമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകരായിരുന്ന വലിയൊരു ആളുകൾ ഇന്ന് BJPയിലാണ്. അതൊരു ട്രെൻഡായിട്ട് അങ്ങനെ നിൽക്കല്ലേ? ട്രെൻഡല്ല, അത് കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന BJPയുടെ ഒരു തെറ്റായ രാഷ്ട്രീയ സമീപനമാണ്. മറ്റു പാർട്ടിക്കാരെ ഞങ്ങളാരും അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കൂട്ടമായി കൊണ്ടുപോകാൻ നോക്കാറില്ല. ഞങ്ങൾ അധികാരത്തിലുള്ളപ്പോഴും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിലോ ദ ബെൽറ്റ്. അത് മാത്രമാണ് കോൺഗ്രസിന്റെ ഡിക്ലൈനിന്റെ, ഡീഗ്രഡേഷന്റെ സൂചനയല്ലേ അത്? കോൺഗ്രസ് ജീർണിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതാകുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോവല്ലേ? അതല്ല, അതങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തി, കോടിക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തില്ലേ? കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി അത് മാറിയില്ലേ? ഇപ്പം ഞങ്ങളെല്ലായിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ? പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ പോലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ പരാജയത്തിന് ശേഷം ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് അവിടെ ഞങ്ങൾ ജയിച്ചു. അപ്പം പരാജയപ്പെട്ടിടത്ത് പോലും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺഗ്രസിന്റെ സ്തംഭങ്ങൾ AK ആന്റണിയും K കരുണാകരനുമായിരുന്നു. കോൺഗ്രസിന്റെ വളരെക്കാലത്തെ നേതൃമുഖങ്ങളായി നിന്ന 2 പേരുടെയും മക്കൾ ഇന്നിപ്പോൾ BJPയിലാണ്. അപ്പോൾ ഒരാൾ പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലും ആ ട്രെൻഡ് ഉണ്ട്. അല്ല, അവർ പോയപ്പോൾ അവരുടെ കൂടെ അവരുടെ നിഴലല്ലാതെ ആരും പോയിട്ടില്ല, ആരും പോവുകയില്ല. പക്ഷെ എന്നാലും അത് കോൺഗ്രസ് അണികൾക്ക് കൊടുക്കുന്ന ഒരു ഷോക്കില്ല. തീർച്ചയായിട്ടും അതൊരു തെറ്റായ കാര്യമായി പോയി. ചെയ്യാൻ പാടില്ലാത്തായിരുന്നു അവർ രണ്ടുപേരും. അതിൽ പത്മജയ്ക്ക് ആ പാർട്ടി ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. അനിലിൻ്റെ പുതിയ ചെറുപ്പക്കാരനാണ്, അവസരമൊന്നും അങ്ങനെ കൊടുത്തില്ല. ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കോൺഗ്രസ്സുകാരന് നാളെ വളരെ അനായാസം വലിയ ലെഗസി, അച്ഛൻ്റെ വലിയ ലെഗസി നിൽക്കുമ്പോഴും പോയി BJP ചേരാമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന്. അതിന് അനുഗുണമായ കാര്യങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ എത്രയോ ആളുകൾ ബംഗാളിൽ, ത്രിപുരയിൽ BJPയോടൊപ്പം പോയി. CPM-ന്റെ എത്രയോ ഓഫീസുകൾ BJP ഓഫീസുകളായി. അപ്പം അതൊക്കെ മോഡിയുടെ ഒരു തെറ്റായ രാഷ്ട്രീയമാണ്. അധികാരമില്ലായ്മ ഒരു പ്രശ്നമല്ലേ? അധികാരം ഒരു പ്രശ്നം. പിന്നെ ആളെ ചാക്കിട്ട് പിടിക്കുക, ED CBI വെച്ച് പേടിപ്പിക്കുക, ഇങ്ങനെ ആളുകളെ കാലുമാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ ഗുണകരമല്ലാത്ത രാഷ്ട്രീയം മോഡിയും അമിത്ഷായും കളിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ തിരിച്ചടി വളരെ ഭയാനകമായിരിക്കും. ഒരു പതർച്ച ഉണ്ടാകുമ്പോൾ, താഴ്ച ഉണ്ടാകുമ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി വളരെ ശക്തമാണ്. ഇപ്പോൾ ഇലക്ഷന് ശേഷം വലിയ ഒഴുക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് BJP നേതാക്കളുടെ ആത്മവിശ്വാസം. ഒരു ചുക്കും ഉണ്ടാവില്ല. ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല. കേരളത്തിൽ ജനപിന്തുണയുള്ള ഒരു കോൺഗ്രസ് നേതാവും BJPക്കൊപ്പം പോവില്ല. ആരും പോയിട്ടില്ലല്ലോ ഇതുവരെ, നാളെയും പോവില്ല. കേരളത്തിൽ കഴിഞ്ഞ 19 സീറ്റ് ജയിച്ചതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിനെ ജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഒരു വേവ് ഉണ്ടാകുമ്പോൾ ജയിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് പഴയ ജനകീയ അടിത്തറ ഇപ്പോഴില്ല എന്നുണ്ടോ? ജനകീയ അടിത്തറയൊക്കെ ഉണ്ട് കോൺഗ്രസ്സിന്. കഴിഞ്ഞ തവണ കോവിഡ് വന്നത് കൊണ്ടുണ്ടായ ചില പ്രത്യേകതകൾ കൊണ്ടാണ് അസംബ്ലി തോറ്റത്. കോവിഡ് വന്നപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസം വന്നപ്പോൾ ഗവൺമെൻറ് രക്ഷകനായി കണ്ടു. അങ്ങനെ ഗവൺമെൻറ് കൊടുത്ത കിറ്റും ആനുകൂല്യങ്ങളും അവരെ സ്വാധീനിക്കപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ BJPയുടെ നല്ലൊരു ശതമാനം വോട്ട്, 4% വോട്ട് CPM-ൽ പോയി. അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് തുടർഭരണം ഉണ്ടായത് ഇങ്ങനെയാണ്.
കേരളത്തെ കോൺഗ്രസിനെ നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹം അന്തരിച്ചു. AK ആന്റണി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പ്രചരണത്തിന് പോകുന്നില്ല. ഇപ്പോൾ ആ പറയുന്ന ആ ഗണത്തിൽപ്പെട്ട വലിയ ജനകീയത ഉണ്ടായിരുന്ന നേതാക്കൾ വളരെ സജീവമായി ഇല്ലാത്ത ഈ കാലത്ത് ഇപ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന അഭാവമൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കരുണാകരനെ പോലെ, AK ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വിടവ് തന്നെയാണ്. അവർക്ക് വലിയ നേതാക്കന്മാരാണ്. പക്ഷെ അത് പരിഹരിക്കാൻ ഞങ്ങൾ കൂട്ടായി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേവ് ഉണ്ടാവുന്നില്ല എങ്കിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും 3 തവണയായി മത്സരിക്കുന്ന, 4ാം തവണ മത്സരിക്കുന്ന MP-മാരുണ്ട്. UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ ഒരു ആന്റി ഇൻകംബൻസി വിഷയം വന്നുകൂടായികയുണ്ടോ? അങ്ങനെ അതിനേക്കാൾ വലിയ ആന്റി ഇൻകംബൻസി ഗവൺമെന്റിന്റെ അവിടെ നിൽക്കുകയാണ്. അതാണ് കാരണം കേരളത്തിൽ ഞാൻ 3 തവണ ഇപ്പോൾ കേരളത്തിലെ 20 മണ്ഡലത്തിൽ ഞാൻ പോയി. UDF-ന് അനുകൂലമായ ഒരു വേവ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായി. അത് ഇത്തവണ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടോ? കാരണം CPM വളരെ ആക്റ്റീവായി ആ മേഖലയിൽ അവരുടെ രാഷ്ട്രീയം പയറ്റുന്നു. CAA കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുന്നു. മുസ്ലിം ലീഗിനെ കൊടിയെടുപ്പിക്കുന്നില്ല. ഇതൊക്കെ ഘടകമാവില്ലേ? ഒരിക്കലും ആവില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് മോഡിയെ പരാജയപ്പെടുത്താൻ, RSSനെയും BJP-യും പരാജയപ്പെടുത്താനാണ്. അതിന് കഴിയുന്നത് കോൺഗ്രസിനാണ്. 50 സീറ്റിൽ താഴെ മത്സരിക്കുന്ന CPM-ന് ഒന്നും കഴിയത്തില്ല എന്ന് ജനങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഹിസ്റ്ററി വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ പ്രയോഗിച്ചതാണ്. അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് ഭരണ നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല, മറ്റ് രാഷ്ട്രീയം പറയുന്നില്ല, മോഡിയെപ്പറ്റി വാക്കുപോലും പറയുന്നില്ല, അമിത്ഷായുടെ പേര് പറയുന്നില്ല. ആകെ പറയുന്നത് CAA ആണ്. CAA കൊണ്ടുവന്ന ആരാ? മോഡി. CAA എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ എതിർത്തപ്പോൾ അന്ന് മിണ്ടാതിരുന്ന ആളാണ് പിണറായി വിജയൻ. ഇതിനെതിരായി സമരം ചെയ്ത ചെറുപ്പക്കാർക്കെതിരെ മുഴുവൻ കേസെടുത്ത ഗവൺമെൻറ്റാണിത്. ആ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല മുഴുവനായി. കോടതി പോയത് ഞാനാണ്. സുപ്രീം കോടതിയിൽ ലീഗും ഞാനുമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. CPM എന്ത് ചെയ്തു? അപ്പോൾ പറയുകയല്ലാതെ ഇവർക്ക് ഒരു ആത്മാർത്ഥത ഇതിനോടില്ല എന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് അവസാന നിമിഷമാണ് CAA കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് ചാടിപ്പോയത് എന്നാണ്. അവസാന നിമിഷം CAA ഉൾപ്പെടുത്തി അതിന് കുഴപ്പമുണ്ട്. എവിടെ നിന്ന് കിട്ടാനാ? കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ വെറുതെ പറയുന്നു. അത് CPM-നെ സഹായിക്കാൻ വേണ്ടി ആരോ എഴുതി കൊടുത്തതാണ്. ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ CAA ആദ്യത്തെ ക്യാബിനറ്റിൽ റദ്ദാക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ സോണിയാഗാന്ധിയോ പറയാം? അതൊക്കെ പറഞ്ഞല്ലോ അവര്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി എത്രയോ തവണ പറഞ്ഞു പൗരത്വം തീരുമാനിക്കാനുള്ള മാനദണ്ഡം ജാതിയോ മതമോ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നേട്ടം പറയാനില്ല, CPM-ന് നയങ്ങൾ പറയാനില്ല. ഇത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ്. അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അതിനേക്കാൾ വലിയ പോരാട്ടം വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അഭികാമ്യം എന്നുള്ള ചിന്ത അവരിൽ വളരെ ശക്തമാണ്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ഒരു സംശയവുമാണ്. കാരണം ഇത്തവണയാണ് മോഡി കുറെ കൂടി ഭീകരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ കാഴ്ചവെച്ചത്. ആർട്ടിക്കിൾ 370, ഏക സിവിൽ കോഡ്, ഈ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ആക്ഷൻ ഉണ്ടായത് ഇപ്പോഴല്ലേ. മതന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണി ഉയർത്തത്തക്ക നിലയിലുള്ള ആക്ഷൻ ഉണ്ടായത് ഈ 5 വർഷമാണ്. അതുകൊണ്ട് തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾക്കറിയാം മോഡി വരാൻ പാടില്ല. മോഡിയെ തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന് കോൺഗ്രസിനെ കഴിയൂ, മോഡിയെ നേരിടണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ എന്ന് ബോധ്യമുള്ളത് മതന്യൂനപക്ഷം പിന്നെ എവിടെയാ വോട്ട് ചെയ്യാൻ പോകുന്നത്? CAA റാലികൾ നടത്തുന്നത് ഇടതുപക്ഷമാണ്. ന്യൂനപക്ഷങ്ങൾ 2ാം തരം പൗരന്മാരാകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്ന് പരസ്യം കൊടുക്കുന്നത് അവരാണ്. അപ്പൊ അതൊക്കെ കാണുന്നത്. അതുകൊണ്ട് പരസ്യം കൊടുത്തോണ്ട് ആരും വോട്ട് ചെയ്യൂ. എന്നാൽ പിന്നെ BJP-ക്ക് അല്ലേ വോട്ട് ചെയ്യേണ്ടത്? BJP ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കും. CPM-ന് ഇതിനകത്ത് ഒരു റോളില്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് BJP-യെ നേരിടാൻ കഴിയുന്ന ഒരു റോളും അവർക്കില്ല. ഇവർ കേരളത്തിൽ 4-5 സീറ്റ് നേടാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ്? അവരുടെ ചിഹ്നം രക്ഷിക്കാനാണ്. കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതെന്തുകൊണ്ടാണ്? മുന്നണി ആയതുകൊണ്ടാണ്. ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു.
ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ബംഗാളിൽ, കേരളത്തിൽ, കേരളമല്ല, കേരളം ഒഴിച്ചുള്ള മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണ്. അതൊരു മുന്നണി അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്. കേരളത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഒരു വശത്തേക്ക് വോട്ടുകൾ ചായാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടുകൾ ഇടതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അവിടെ ഒരു തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാവും. അങ്ങനെ ഇത്തവണ ഉണ്ടാവുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനമനസ്സ് നമ്മൾ പഠിക്കണം. BJP ജയിപ്പിക്കാൻ ആരും തയ്യാറാവില്ല. അതിനകത്ത് അതാ ഒറ്റ രാഷ്ട്രീയം ഉണ്ടാവും. BJP തോൽപ്പിക്കാൻ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവും. അല്ല, അത് എനിക്കറിയില്ല. പക്ഷെ ജനങ്ങൾ പൊതുവെ BJP കേരളത്തിൽ ജയിച്ചു വരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എന്നും നമ്മൾ കാണുന്ന ഒരു കാഴ്ച. ഇത്തവണയും മതേതര മനസ്സുള്ള ഒരാൾ പോലും BJP ജയിക്കാൻ അനുവദിക്കില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമികമായ നോട്ടം അല്ലെങ്കിൽ ലക്ഷ്യം BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണോ, അതോ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ച് പരമാവധി സീറ്റുകൾ ഇവിടെ നേടണം എന്ന്? പരമാവധി അല്ല, ഞങ്ങൾ 20 സീറ്റ് നേടും. BJP ഞങ്ങളുടെ മുഖ്യ ശത്രുവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിലെ ഇടതുപക്ഷം തന്നെ ദുർഭരണത്തെ ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ മന്ത്രിമാരാരുമില്ല, ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മന്ത്രി പ്രചരണ രംഗത്തില്ല. ഞങ്ങളുടെ ആലപ്പുഴയിലുള്ള ഒരു കൃഷിമന്ത്രിയുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഓട്ടോറിക്ഷയിലിരുന്ന് അനൗൺസ് ചെയ്യുകയാണ്. മറ്റൊരു മന്ത്രി മുഖ്യമന്ത്രിയുടെ മൈക്ക് നന്നാക്കി കൊടുക്കുകയാണ്. ഒരു മന്ത്രിയെ കാണാനില്ല. അത്ര രസകരമായ കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിക്കും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോലും പോകാനില്ല എന്ന് പറയുമ്പോൾ സ്ഥിതി അവിടെ എത്തി നിൽക്കുന്നു. അത് ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇവരെ കണ്ടാൽ ജനം വോട്ട് ചെയ്തില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇവരെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ഈ ക്യാമ്പ്, ഇപ്പോൾ താങ്കൾ പ്രചരണ സമിതിയുടെ അധ്യക്ഷനാണ്. KPCC അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ കൂട്ടി ഇണക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. തീർച്ചയായും ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂട്ടി ഇണക്കി തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. മുന്നണിയും കോൺഗ്രസും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ ഏകോപനക്കുറവൊന്നുമില്ല, ഒരു കുറവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ഷനിലേക്ക് പോകുന്തോറും ഇഷ്യൂസ് ഓരോന്നായി മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ കരുവന്നൂർ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെ CPM-നെതിരെ ED മുതലായ ഏജൻസികളുടെ ആക്ഷൻ ഉണ്ടായി. അതുപോലെ തന്നെ കർത്തായെ ചോദ്യം ചെയ്തത് നമ്മൾ കണ്ടു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ അവസാന ദിവസങ്ങളിൽ എന്തെങ്കിലും സംഗതികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം മോഡിയും പിണറായിയും തമ്മിലുള്ള ഭായി ബന്ധമുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ കേസായിരുന്നല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അതിപ്പോഴും പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗം നടത്തിയോണ്ട് കാര്യമുണ്ടോ? ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ വന്നു. ഇപ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആരോപണം വന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ മാറിയും മറിഞ്ഞും വന്നുകൂടെ? അല്ല, വടകരയിലെ LDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എൻ്റെ ചിത്രം ആരും മോർഫ് ചെയ്തില്ല, വീഡിയോ ഇല്ല. അതോടുകൂടി തീർന്നു പോയല്ലോ സംഭവം. ഈ ഇലക്ഷനിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് UDF തന്നെയാണ്, ഞങ്ങളെ മറ്റുള്ളവർ ഫോളോ ചെയ്യാണ് എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നതിനാണല്ലോ അവർ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കാണല്ലോ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. അല്ലാണ്ട് പുതിയൊരു നറേറ്റീവ് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കറിയാം അവരുടെ പരിമിതി. ജനങ്ങൾ വളരെ വിവേകശാലികളല്ലേ. പണ്ടിവിടെ കേരളത്തിൽ അസംബ്ലിയും പാർലമെൻറ്റും നടന്നപ്പം അസംബ്ലി LDF-നും പാർലമെൻറ്റ് കേന്ദ്രത്തിന് വോട്ട് ചെയ്ത ജനങ്ങളാണ്. അപ്പം ജനങ്ങൾ വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ആളുകളാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു UDF മുന്നേറ്റമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കെടുത്താൽ വലിയ ഹ്യൂജ് ഡിഫറൻസ് LDF-ഉം UDF-ഉം തമ്മിലുണ്ടായിരുന്നു. ആ 2019 നിന്ന് 2021 എത്തുമ്പോൾ കോവിഡ് വന്നു എന്ന് പറയാം. പക്ഷേ LDF-ലേക്ക് വലിയ വോട്ട് ഷിഫ്റ്റ്, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്തു. ചിലപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പാറ്റേൺ ഇപ്പോൾ ലോക്സഭയിലേക്ക് കോൺഗ്രസ് എന്നുള്ളതാണ് എങ്കിൽ നിയമസഭയിലേക്ക് ചിലപ്പോൾ ഇനിയും LDF ആയിക്കൂടെ? അല്ല, ഇനി ഏതായാലും ഉണ്ടാവില്ല. ജനങ്ങൾ കാര്യം ബോധ്യപ്പെട്ടു. ഇതുപോലെ കേരളത്തെ തകർത്ത ഒരു സർക്കാരിന് ആരാ വോട്ട് ചെയ്യാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവായിരുന്ന ഇലക്ഷനെ നയിച്ചതിനേക്കാളും ഫ്രീ ആണോ ഇപ്പോൾ കുറച്ചും കൂടി സമയം? ഇല്ല, ഫ്രീ അല്ല. ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും കൂടുതൽ യോഗങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്, പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസമായി പൂർണ്ണമായും തിരക്ക് തന്നെയാണ്. താങ്കളെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു റോളുണ്ട്.
അപ്പൊ ആ ദേശീയ തലത്തിലുള്ള റോൾ ഉണ്ടായിരിക്കെ കേരളത്തിൽ കൂടുതലായി സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ? അല്ല, പാർട്ടി എന്നെ ആവശ്യപ്പെട്ടിട്ടാണ്. കാരണം APC പ്രസിഡന്റ് മത്സരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ എന്നെ പ്രത്യേകം പാർട്ടി ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ നോക്കും, മഹാരാഷ്ട്ര ഇന്ത്യ മുന്നണിക്ക് പൊതുവെ ഇത്തവണ ഈവൻ ഒപ്പീനിയൻ പോളുകൾ പോലും ഒരു തുല്യ സാധ്യത പറയുന്ന സ്ഥലമാണ്. അപ്പൊ മഹാരാഷ്ട്രയിലും വളരെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതല ഉണ്ടെന്നിരിക്കെ കൂടുതൽ കേരളത്തിൽ നിൽക്കേണ്ടി വരുന്നുണ്ടോ? കേരളത്തിൽ നിന്നു. ഇനിയും ഫസ്റ്റ് ഇലക്ഷൻ അവിടെ കഴിഞ്ഞു. ആ ഫസ്റ്റ് ഇലക്ഷൻ ഞാൻ പോയിരുന്നു. 3 ദിവസം ഞാൻ പോയിട്ടാണ് തിരിച്ചു വന്നത്. ഇനിയിപ്പോൾ 26-ാം തീയതി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ കോലാപ്പൂരിലേക്ക് പോകണം. കോലാപ്പൂർ, ഷോലാപ്പൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്കുള്ള ഇലക്ഷനാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ജോലി കഴിഞ്ഞാൽ ഉടൻ പിന്നെ മഹാരാഷ്ട്രയിലെ ദൗത്യം. അതായത് പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ സജീവമായി ഇപ്പൊ ഈ മട്ടിൽ തന്നെ ഇപ്പോ നോക്കൂ, കേരളത്തിലെ MLA-യുമാണ്, ദേശീയ നേതാവുമാണ്, ഇപ്പൊ ഇവിടെ പ്രചരണ സമിതിയുടെ അധ്യക്ഷനുമാണ്. അപ്പൊ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഭംഗിയായിട്ട് നിറവേറ്റും, അത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് ഒരു പാർട്ടി താല്പര്യമില്ലേ? ഞാനൊരു പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ. ഇപ്പൊ ഈ ഹരിപ്പാട് വരുമ്പം ഹരിപ്പാടിന്റെ MLA ആണ്. അപ്പൊ അതിനോട് പോകാൻ താല്പര്യമില്ലല്ലോ. അതിനോട് ഞാൻ 100% നീതി പുലർത്തുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇനിയാണെങ്കിൽ ഹരിപ്പാടിനെ വിട്ടിട്ട് പോകാൻ അങ്ങനെ കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ വീണ്ടും ഒരിക്കലും നമ്മൾ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 അടുത്ത് വരികയാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം നമുക്ക്. താങ്ക് യു.